സുഹൃത്തുക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ പാദനമസ്കാരം അറിയിച്ചുകൊണ്ട് അനുഗ്രഹ ഭാഷണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വൈഷ്ണവം സത്സംഗവേദി കരിവള്ളൂർ വളരെ പരിമിതമായ അംഗങ്ങളോടുകൂടി സനാതനധർമ്മഗ്രന്ഥങ്ങളെ പഠിക്കാൻ വേണ്ടി ആരംഭിച്ച് ഗുരുവായൂരപ്പൻ്റെയും ഗുരുജനങ്ങളുടെയും അകൈതവമായ കാരുണ്യം കൊണ്ട് ഇത്രയും വളർന്നിരിക്കുകയാണ്. ശ്രീമദ് ഭാഗവതമാണ് നാം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അധ്യാത്മരാമായണത്തിൽ തുടങ്ങി നാരദ ഭക്തിസൂത്രത്തിലൂടെ, കൃഷ്ണഗാഥയിലൂടെ, അധ്യാത്മരാമായണത്തിലൂടെ, ദേവീമാഹാത്മ്യത്തിലൂടെയൊക്കെ നാം, ഭജഗോവിന്ദത്തിലൂടെയൊക്കെ നാം സഞ്ചരിക്കുകയുണ്ടായി. അങ്ങനെ ഭഗവാന്റെ ഗീതമായ ഭാഗവതത്തിലേക്ക് എത്തിച്ചേർന്നു. എത്രയെത്രയോ സജ്ജനങ്ങൾ അവരുടെ ദുഃഖം മറക്കാൻ വേണ്ടിയിട്ട് മാറോട് ചേർക്കുന്ന ഗ്രന്ഥമാണ്, ചൈതന്യമാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. എല്ലാ സങ്കടങ്ങളും ഇറക്കി വെക്കാൻ സാധിക്കുന്ന അത്താണിയായിട്ട് കലിയുഗത്തിൽ എവരാലും സമാദരിക്കപ്പെടുന്ന ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏകാദശി പുണ്യദിനത്തിലായി നാം സമർപ്പിക്കുന്നത് ദ്വിതീയ സ്കന്ധമാണ്. ഈ 2-ാമത്തെ സ്കന്ധ സമർപ്പണം ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ വെച്ച് നടത്താനുള്ള തീരുമാനം ഭഗവാൻ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സജ്ജനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചേർന്നത്. ഇന്നും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ചടങ്ങ്. മറ്റന്നാൾ രാവിലെ മുഞ്ചിറമഠം സ്വാമിമാരിവിടെ എത്തിച്ചേർന്ന് വെൺമണി കൃഷ്ണൻ നമ്പൂതിരിക്ക് ശ്രേഷ്ഠാചാര്യ പുരസ്കാരം സമർപ്പിച്ച് ആനന്ദോത്സവത്തോടുകൂടിയാണ് ഈ ചടങ്ങ് അവസാനിക്കുന്നത്. ഇന്ന് ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷേത്രം തന്ത്രീശ്വരൻ ഏറ്റതായിരുന്നു. പക്ഷേ 2-3 ദിവസമായിട്ട് അദ്ദേഹത്തിന് കടുത്ത പനിയാണ്. അപ്പോൾ എല്ലാ ദിവസവും വിളിക്കാറുണ്ട്, ഇന്നും വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയും ഈ ചടങ്ങിന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്ത ഇവിടെ അറിയിക്കുകയാണ്. ഈ ചടങ്ങ് നമുക്കിന്ന് ദീപപ്രോജ്വലനം ചെയ്ത് അനുഗ്രഹ ഭാഷണത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നത് സമാരാധ്യനായ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹത്തിൻ്റെ പിതാവായ ശങ്കരൻ നമ്പൂതിരിയെ നമുക്കെല്ലാവർക്കും അറിയാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ തുളസിപ്പൂ പോലെ തുളസിയുടെ നൈർമല്യത്തോടുകൂടി ജീവിച്ച് തുളസീദളം പോലെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് എത്തിച്ചേർന്ന ഭാഗവത പരമഹംസം. ആ ഭാഗവത പരമഹംസത്തിൻ്റെ മകനായിട്ട് ജനിക്കാനും ഭാഗവതത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ളതായ ഈശ്വരേച്ഛ നിയോഗം പോലെ ഏറ്റെടുത്ത് ഇന്ന് ഭാഗവതത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിനെ ഭാഗവതമൊന്നും പറയാത്ത, അല്ലെങ്കിൽ ഭാഗവത ഗ്രന്ഥം പോലും കയ്യിലില്ലാത്ത ഒരു പ്രായത്തിൽ എന്ന് പറയാൻ അധികമൊന്നും കാലമായിട്ടില്ല, ഒരു 10-15 വർഷം മുമ്പ് തൃശ്ശൂർ ഭാഗവത സത്സംഗത്തിൽ വെച്ചിട്ട്, ഭാഗവത സത്രത്തിൽ വെച്ച് കണ്ട് വളരെ ദൂരെ നിന്ന് ഒരു നമസ്കാരം മനസ്സാ സമർപ്പിച്ചവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാമീപ്യം, ഇതുവരെ മള്ളിയൂർ പോകാനും എനിക്ക് ഭാഗ്യമുണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സാമീപ്യം എന്നെ വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ചേർത്തല സത്രത്തിൽ വെച്ച് യാദൃശ്ചികമായിട്ട് അദ്ദേഹത്തെ കാണാനും അദ്ദേഹത്തെ പരിചയപ്പെടാനും അവസരമുണ്ടായി. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല. തിരിച്ച് അദ്ദേഹം ഇല്ലത്തേക്ക് പോകുമ്പോഴാണ് ഞാൻ രാമനാഥ സാർ മുഖാന്തരം ഇങ്ങനൊരാവശ്യം അറിയിച്ചത്. ആവശ്യത്തെ മനസ്സാ സ്വീകരിച്ച് തിരിച്ചെന്നെ വിളിച്ച് വരാമെന്ന് പറഞ്ഞ്, ഇന്നലെ വിളിച്ചപ്പോഴും വരാമെന്ന് പറഞ്ഞ് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്ന മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭാഗവത സ്വരൂപം തന്നെയാണ്. ഭാഗവതം, ഭഗവാൻ, ഭക്തൻ, ഇതെല്ലാം ഒന്നു തന്നെയാണ്. ആ ഏകീഭാവത്തെ പൂണ്ടിരിക്കുന്ന അനവധി സജ്ജനങ്ങളാണ് നമ്മുടെ മുന്നിലായിട്ട് ഇനി വന്നു പോകുന്നത്. ഏതായാലും അനുഗ്രഹ ഭാഷണത്തിനും ഈ ഉദ്ഘാടനത്തിനും ദീപപ്രോജ്വലനത്തിനുമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അവർകളെ വൈഷ്ണവം സത്സംഗവേദിയുടെ ലോകമെമ്പാടുമുള്ളതായ സജ്ജനങ്ങൾക്ക് വേണ്ടി സമാദരവോടുകൂടിയിട്ട് സുസ്വാഗതമരുളുകയാണ്. നാരായണ നാമം ജപിച്ചോളൂ.
കൈയടിക്കണ്ട, നാമം മതി. പിന്നീട് ഈ യോഗത്തിൽ അനുഗ്രഹ ഭാഷണം നടത്തുന്നത് ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരിയാണ്. വ്യാകരണത്തിൽ ഡോക്ടറേറ്റ് നേടി. ആ കഴിവ് മുഴുവൻ സാധാരണക്കാരിലേക്ക്, ആ അറിവ് മുഴുവൻ പകർന്നു കൊടുക്കാൻ അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന മഹാനുഭാവനാണ് വിശ്വനാഥൻ നമ്പൂതിരി. നമ്മളെ സംബന്ധിച്ച് അദ്ദേഹവുമായിട്ടുള്ള ആത്മബന്ധം ഈ വൈഷ്ണവൻ സത്സംഗവേദി തുടങ്ങുന്ന കാലം മുതൽ അദ്ദേഹം നമ്മുടെ എല്ലാ സത്സംഗത്തിലും പങ്കെടുത്തിരുന്നു എന്നും നമ്മുടെ ഭാഗവതം എങ്ങനെ വായിക്കാം എന്നുള്ള ആദ്യത്തെ ക്ലാസ്, ഇന്നത് 2 ലക്ഷത്തിലധികം പേരാണ് ആ ക്ലാസ് കണ്ടിട്ടുള്ളത്. ആ ക്ലാസ് എടുക്കുവാനുമൊക്കെ അദ്ദേഹമാണ് സന്മനസ് കാട്ടിയിട്ടുള്ളത്. വിശ്വനാഥ സാറിൻ്റെ ധാരാളം ശിഷ്യന്മാരിവിടെ ഇരിക്കുന്നുമുണ്ട്. വിശ്വനാഥ സാറ് മള്ളിയൂർ തിരുമേനിയെ പരിചയപ്പെടുന്ന സമയത്ത് പരമേശ്വരേട്ടനൊക്കെ ചെറിയ പ്രായമായിരുന്നു എന്നൊക്കെ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ തൻ്റെ പാണ്ഡിത്യത്തിൻ്റെ കേളിയേറിന മേൽപ്പത്തൂരിൻ വിഭക്തിയേക്കാളിക പൂന്താനത്തിൻ ഭക്തിയാണ് എനിക്കിഷ്ടമെന്ന് പറഞ്ഞതുപോലെ വിഭക്തിയേക്കാളും ഭക്തി, അതാണ് പ്രധാനം. ഭക്തി ആ ഭാഗവതം ജ്ഞേയം എന്നാണല്ലോ. അങ്ങനെ സാമാന്യ ജനങ്ങളിലേക്ക് ഭാഗവതത്തെ, സനാതനധർമ്മത്തെ എത്തിക്കുവാൻ അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറിനെ എല്ലാവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് ഔപചാരികതയുടെ പേരിൽ സ്വാഗതമരുളുകയാണ്. അഡ്വക്കേറ്റ് T. രാമനാഥൻ സാർ ഇവിടെ എത്തിച്ചേരും. ഭാഗവതോത്തംസമായ തൻ്റെ അഡ്വക്കേറ്റ് എന്നുള്ളതായ പദവിയിലും ഭാഗവത പ്രേമം കൊണ്ട് നടക്കുന്ന അഡ്വക്കേറ്റ് രാമനാഥൻ സാർ ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. യജ്ഞവേദിയുടെ മുന്നിൽ ഉണ്ടെങ്കിൽ ശ്രീ പുതുമന ഈശ്വരൻ നമ്പൂതിരി യജ്ഞവേദിയിൽ വന്നിരിക്കണമെന്ന് അറിയിക്കുകയാണ്. അദ്ദേഹത്തെ യജ്ഞവേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഉണ്ടെങ്കിൽ വന്നിരിക്കണമെന്ന് അറിയിക്കുകയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നത് വൈഷ്ണവ സത്സംഗവേദിയുടെ രക്ഷാധികാരി കൂടിയായ ശ്രീ കേശവൻ മാസ്റ്ററാണ്. എന്നും നമ്മുടെ കൂടെ ധൈര്യമായി, താങ്ങായി, തണലായി നടന്നുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ കേശവൻ മാസ്റ്ററെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗത്തിൽ നന്ദി പ്രകാശിപ്പിക്കുന്നത് വാച്ചവാധ്യാൻ നാരായണൻ നമ്പൂതിരിയാണ്. വാച്ചവാധ്യാൻ എന്ന് കേൾക്കുമ്പോൾ എനിക്കെന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠനാണ് അദ്ദേഹം. ഈ പരിപാടിയുടെ കൺവീനർ കൂടിയാണ് ശ്രീ വാച്ചവാധ്യാൻ നാരായണൻ നമ്പൂതിരി. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യജ്ഞവേദിയിൽ എൻ്റെ അമ്മ ഇരിക്കുന്നുണ്ട്. അമ്മയ്ക്കും ഇരിക്കട്ടെ ഒരു സ്വാഗതം. ഒരു യോഗമല്ലേ എൻ്റേത്. അമ്മയുടെയും എൻ്റെയും ഒരു യോഗം, അമ്മയ്ക്കും ഒരു സ്വാഗതം ഇരിക്കട്ടെ. ഈ യജ്ഞവേദിയിൽ പലരെയും ഇരുത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. സ്ഥലപരിമിതി മൂലമാണ്. ശ്രീ എറണാകുളത്തുള്ള പ്രകാശൻജി, കോഴിക്കോടുള്ള അരവിന്ദാക്ഷൻ സർ, പാലക്കാടുള്ള ഗുരുവായൂരപ്പൻ എന്നുള്ള പേരുള്ള ഗുരുവായൂരപ്പൻ ഇവിടെയുണ്ട്. വേണച്ച കണ്ടോളൂ ഗുരുവായൂരപ്പൻ. ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ പേര് ഗുരുവായൂരപ്പൻ എന്നാണ്. ഗുരുവായൂരപ്പൻ, അതുപോലെ ആലപ്പുഴയിലുള്ള വേദിയിലിരിക്കാത്ത പത്മകുമാരി അമ്മ, തിരുവനന്തപുരത്തുള്ള ഡോക്ടർ ഗംഗാദേവി ടീച്ചർ, ബാംഗ്ലൂരിലുള്ള സുജനാനന്ദൻ സാർ ഇവിടെയുണ്ട്, ബോംബെയിലുള്ള പ്രീത ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, കോട്ടയത്തുള്ള ശ്രീദേവി ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, കോഴിക്കോടുള്ള ശ്രീ ഗംഗാധരൻ നായർ ഇവിടെ യജ്ഞവേദിയിലിരിക്കുന്നുണ്ട്, ശ്രീമതി നിഷ രാധാകൃഷ്ണൻ കണ്ണൂർ, സ്മിത നാരായണൻ തൃശ്ശൂർ, ചന്ദ്രാവതി കാസർഗോഡ്, ബിന്ദു കണ്ണൂർ തുടങ്ങി വൈഷ്ണവ സത്സംഗവേദിയുടെ പ്രധാനപ്പെട്ട ജില്ലയിലെയും ഒക്കെ പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ത്യാഗം സഹിച്ചിട്ടാണ് എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്നലെ പുറപ്പെട്ടവരുണ്ട്, മിനിഞ്ഞാന്ന് പുറപ്പെട്ടവരുണ്ട്. അഖില ഭാരതം എന്നാണ് പറഞ്ഞത്. അത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഭാരതത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്ന് കഷ്ടപ്പാടുകളൊക്കെ മറന്ന് ഭാഗവതത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ പുഞ്ചിരിയോടുകൂടി ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈഷ്ണവ ബന്ധുജനങ്ങൾക്കും സസന്തോഷം ഒന്നുകൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി മറ്റന്നാൾ ഉച്ചക്കാണ് തീരുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് അധ്യക്ഷ ഭാഷണത്തിനായിട്ട് ശ്രീ കേശവ മാഷെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഇന്ന് ഇത് കഴിഞ്ഞ് മള്ളിയൂർ തിരുമേനിയുടെ ഒരു അനുഗ്രഹ ഭാഷണം, വിശ്വനാഥ നമ്പൂരി സാറിൻ്റെ അനുഗ്രഹ ഭാഷണം, രാമനാഥ് സാറിൻ്റെ അനുഗ്രഹ ഭാഷണം, ഈ ചടങ്ങാണുള്ളത്. അത് കഴിഞ്ഞ് കുചേലവൃത്തം കഥകളിയുമാണ് ഇന്ന് നമുക്ക് ഉള്ളത്. ബാക്കി കാര്യങ്ങൾ വഴി പോലെ അറിയിക്കാം. 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ശ്രീ കേശവ മാഷെ ക്ഷണിക്കുക.